സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ജെറുസലേമിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച യഹൂദ ചരിത്രകാരൻ. ബെർലിൻ. ജെറുസലേമിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച യഹൂദ ചരിത്രകാരനായ മൈക്കിൾ വോൾസൺ ജെറുസലേമിൽ തീവ്ര യഹൂദവാദികൾ ബെനഡിക്റ്റൻ മഠാധിപതിക്ക് നേരെ തുപ്പുകയും യേശുവിനെതിരെ അസഭ്യം പറയുകയും ചെയ്ത സംഭവം വിവാദമായതിനു പിന്നാലെയാണ് ജൂഡിഷ് ആൾജമൈൻ എന്ന പ്രതിവാര യഹൂദ പത്രത്തിൽ കുറിപ്പിലൂടെ അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അപലപനീയമാണെന്നും വിദ്വേഷം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജെറുസലേമിൽ യാഥാസ്ഥിതിക യഹൂദർ ക്രൈസ്തവരുടെയോ മുസ്ലിങ്ങളുടെയോ മേൽ തുപ്പുകയോ അടിക്കുകയോ ചെയ്യുമ്പോൾ അവർ തങ്ങളെ മാതൃക യഹൂദന്മാരായി കണക്കാക്കുന്നു. ആ യാഥാസ്ഥിതിക യഹൂദർ തോറയിലും താൽമൂദിലും പാരമ്പര്യത്തിലും മണിക്കൂറുകളോളം മുഴുകിയിരിക്കുന്നുവെങ്കിലും യഹൂദമതം വ്യക്തമായി അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല. യഹൂദരായ ഞങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി യഹൂദരോടുള്ള വിദ്വേഷത്തെക്കുറിച്ച് പരാതിപ്പെടുന്നു. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായ യഹൂദ വിദ്വേഷവും അപലപനീയമാണ്. താൻ കുറ്റവാളികളുടെ പരിവർത്തനത്തിനായി പ്രാർത്ഥിക്കുകയാണെന്നും മൈക്കിൾ വോൾസൺ കൂട്ടിച്ചേർത്തു. ഈ മാസത്തിന്റെ ആദ്യവാരത്തിലാണ് ബെനഡിക്റ്റൻ സമൂഹത്തിന്റെ മഠാധിപതിയായ ഫാദർ നിക്കോദേമോസ് ഷ്നാബൽ എന്ന വൈദികനെ 2 യുവ യഹൂദ ദേശീയവാദികൾ ആക്രമിച്ചത്. അർമേനിയൻ യഹൂദ ക്വാർട്ടേഴ്സുകൾക്കിടയിലുള്ള അതിർത്തിയിലെ സിയോൺ ഗേറ്റിന് സമീപമാണ് സംഭവം. പ്രായപൂർത്തിയാകാത്ത ഒരാളും 20 വയസ്സുള്ള ഒരു യഹൂദനും വൈദികനെ തുപ്പുകയും അസഭ്യവാക്കുകളാൽ യേശുവിനെതിരെ ആക്രോശിക്കുകയുമായിരുന്നു. ജർമ്മൻ മാധ്യമപ്രവർത്തക നതാലി അമരി ഈ രംഗം തത്സമയം പകർത്തിയതോടെ സംഭവം വിവാദമായി മാറിയിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രൈസ്തവർക്ക് നേരെ യഹൂദ ദേശീയവാദികൾ നടത്തുന്ന ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.